ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. ചലച്ചിത്ര നടൻ മോഹൻലാലിന് 2023 ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് നൽകുമെന്ന് കേന്ദ്ര സർക്കാർ. രാജ്യത്ത് പുതുക്കിയ ചരക്ക് സേവന നികുതി നിരക്കുകൾ മറ്റന്നാൾ മുതൽ പ്രാബല്യത്തിൽ. റെയിൽവേ സ്റ്റേഷനുകളിൽ കുപ്പിവെള്ളത്തിന്റെ വില കുറയ്ക്കാൻ നിർദ്ദേശിച്ച് റെയിൽവേ മന്ത്രാലയം. സംസ്ഥാനത്ത് വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം. രോഗം ബാധിച്ച 13 വയസ്സുള്ള കുട്ടി കോഴിക്കോട് ചികിത്സയിൽ. വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതി ലഭിച്ചാലുടൻ ശബരിമലയിൽ റോപ്പ് വേ നിർമ്മാണത്തിനുള്ള നടപടികൾ ആരംഭിക്കുമെന്ന് മന്ത്രി VN വാസവൻ. കേരളത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട എല്ലാ നടപടികളും നിയമാനുസൃതമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. ഏഷ്യാകപ്പ് പുരുഷ T20 ക്രിക്കറ്റ് ആദ്യ സൂപ്പർ 4 മത്സരത്തിൽ ഇന്ന് ശ്രീലങ്കയും ബംഗ്ലാദേശും ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. 2047ഓടെ ഇന്ത്യയെ വികസിത രാഷ്ട്രമാക്കി മാറ്റാൻ എല്ലാ മേഖലകളിലും സ്വയം പര്യാപ്തത നേടണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗുജറാത്തിലെ ഭാവ്നഗറിൽ 34,200 കോടി രൂപയുടെ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. മുംബൈ അന്താരാഷ്ട്ര ക്രൂയിസ് ടെർമിനലിന്റെ ഉദ്ഘാടനവും സമുദ്രമേഖലയുമായി ബന്ധപ്പെട്ട 7,800 കോടിയിലധികം രൂപയുടെ പദ്ധതികളും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. രാജ്യത്ത് പുതുക്കിയ ചരക്ക് സേവന നികുതി നിരക്കുകൾ തിങ്കളാഴ്ച മുതൽ പ്രാബല്യത്തിൽ. GST പരിഷ്കാരത്തിന്റെ ഭാഗമായി ട്രെയിനുകളിലും റെയിൽവേ പരിസരങ്ങളിലും ലഭ്യമായ കുപ്പിവെള്ളത്തിന്റെ വില കുറയ്ക്കാൻ റെയിൽവേ മന്ത്രാലയം നിർദ്ദേശിച്ചു. ലിറ്ററിന് വില 15 രൂപയിൽ നിന്ന് 14 രൂപയായി കുറയും. അര ലിറ്ററിന്റെ കുപ്പികളുടെ വില 10 രൂപയിൽ നിന്ന് 9 രൂപയാകും. ചലച്ചിത്ര നടൻ മോഹൻലാലിന് 2023 ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് നൽകുമെന്ന് കേന്ദ്ര സർക്കാർ. ചൊവ്വാഴ്ച നടക്കുന്ന 71ാമത് ദേശീയ ചലച്ചിത്ര അവാർഡ് ദാന ചടങ്ങിൽ ശ്രീ മോഹൻലാലിന് പുരസ്കാരം സമ്മാനിക്കും. ശബരിമല ക്ഷേത്രം മതാതീത ആത്മീയതയുടെ ആരാധനാലയമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പമ്പാ തീരത്ത് ആഗോള അയ്യപ്പ സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മധുര തിരുപ്പതി മാതൃകയിൽ ശബരിമലയെ തീർത്ഥാടക ഭൂപടത്തിൽ ശ്രദ്ധേയ കേന്ദ്രമാക്കി മാറ്റുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതി ലഭിച്ചാലുടൻ ശബരിമലയിൽ റോപ്പ് വേ നിർമ്മാണത്തിനുള്ള നടപടികൾ ആരംഭിക്കുമെന്ന് മന്ത്രി VN വാസവൻ. ആഗോള അയ്യപ്പ സംഗമത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അയ്യപ്പ സംഗമത്തിലെ നിർദ്ദേശങ്ങൾ ചർച്ച ചെയ്യാൻ 18-അംഗ സമിതിയെ നിയോഗിക്കുമെന്നും മന്ത്രി അറിയിച്ചു. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ഒരു കുട്ടിയെ കൂടി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. മലപ്പുറം സ്വദേശിയായ 13 വയസ്സുള്ള കുട്ടിക്കാണ് രോഗബാധ. നിലവിൽ 10 പേരാണ് കോഴിക്കോട് ചികിത്സയിൽ കഴിയുന്നത്. അതേസമയം ചികിത്സയിലിരിക്കെ ഇന്നലെ മരിച്ച ആളുടെ രോഗ ഉറവിടം സംബന്ധിച്ച പരിശോധനകൾ ആരംഭിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു. അമീബിക് മസ്തിഷ്ക ജ്വരം ലക്ഷണങ്ങളോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ചികിത്സയിലിരിക്കെ ഇന്നലെ മരിച്ച ആളുടെ രോഗോറവിടം സംബന്ധിച്ചാണ് പരിശോധനകൾ ആരോഗ്യവകുപ്പ് ആരംഭിച്ചത്. തൃശൂർ ചാവക്കാട് സ്വദേശി റഹീം 59 ഇന്നലെ ചികിത്സയിലിരിക്കെ മരിച്ചത്. കോഴിക്കോട് പന്നിയങ്കരിൽ ഹോട്ടൽ തൊഴിലാളിയായിരുന്ന റഹീം ജോലി ചെയ്ത ഹോട്ടൽ ഇനിയൊരു അറിയിപ്പുണ്ടാവുന്നവരെ അടച്ചിടാൻ കോർപ്പറേഷൻ അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഹോട്ടലിലെയും താമസ സ്ഥലത്തെയും ജലസാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. മറ്റാർക്കെങ്കിലും രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ചികിത്സ തരണമെന്നും ആരോഗ്യവകുപ്പ് അധികൃതർ പറഞ്ഞു. സംസ്ഥാനത്തെ അതിദരിദ്രർക്ക് ആരോഗ്യവകുപ്പിന്റെ വാതിൽപ്പടി സേവനങ്ങൾ ഉറപ്പാക്കുമെന്ന് മന്ത്രി വീണ ജോർജ്. ഈ മാസം 28 മുതൽ ഒക്ടോബർ 28 വരെ രക്തപരിശോധനയും വൈദ്യസഹായവുമായി ആരോഗ്യ പ്രവർത്തകർ അതിദരിദ്ര വിഭാഗത്തിൽ ഉൾപ്പെട്ടവരുടെ വീടുകളിലെത്തും. ആവശ്യമുള്ളവർക്ക് തുടർ ചികിത്സ ഉറപ്പാക്കുമെന്നും മന്ത്രി അറിയിച്ചു. എയ്ഡഡ് സ്കൂളുകളിലെ ഭിന്നശേഷി നിയമനം സംബന്ധിച്ച ഹൈക്കോടതി ഉത്തരവ് പ്രകാരമുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നതായി മന്ത്രി വി ശിവൻകുട്ടി. വിഷയത്തിലെ പരാതികൾ പരിശോധിക്കുന്നതിന് നവംബർ 10-നകം അദാലത്ത് സംഘടിപ്പിക്കും. സ്കൂൾ ബസ്സുകളിൽ ക്യാമറ സ്ഥാപിക്കുന്നത് സംബന്ധിച്ച ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ നിർദ്ദേശം പിൻവലിക്കില്ലെന്നും ശ്രീ ശിവൻകുട്ടി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കേരളത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട എല്ലാ നടപടികളും നിയമാനുസൃതമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. വിഷയത്തിൽ തിരുവനന്തപുരത്ത് വിളിച്ചു ചേർത്ത രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാഷ്ട്രീയ പാർട്ടികളുടെ എല്ലാ ആശങ്കകളും പരിഹരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. 11 രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുത്തു. അതേസമയം തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പാക്കുന്നതിനെ BJP സ്വാഗതം ചെയ്തു. ശ്രീനാരായണ ഗുരുവിന്റെ 98ാം സമാധി ദിനാചരണം നാളെ. ദിനാചരണത്തോടനുബന്ധിച്ച് വർക്കല ശിവഗിരി മഹാസമാധിയിലും ചെമ്പഴന്തി ഗുരുകുലത്തിലും അരുവിപ്പുറത്തും വിവിധ പരിപാടികൾ നടക്കും. വയൽവാരം വീട്ടിൽ നടക്കുന്ന സമ്മേളനം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്യും. തിരുവനന്തപുരത്ത് കൈറ്റിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സ്വതന്ത്ര സോഫ്റ്റ്വെയർ ദിനാചരണ പരിപാടി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു.
സ്വതന്ത്ര സോഫ്റ്റ്വെയറുകൾക്കൊപ്പം ഓപ്പൺ ഹാർഡ്വെയറുകൾക്കും പ്രാധാന്യം നൽകുന്നതിന് ഉദാഹരണമാണ് സ്കൂളുകളിൽ വിന്യസിച്ചിട്ടുള്ള 29,000 റോബോട്ടിക് കിറ്റുകളെന്ന് മന്ത്രി പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. കേന്ദ്രീയ വിദ്യാലയ സംഘടൻ എറണാകുളം റീജിയന്റെ നേതൃത്വത്തിൽ കേന്ദ്ര വിദ്യാലയ NAD ആലുവയിൽ KVS AI ടിങ്കർ ഫെസ്റ്റ് നടത്തി. വിവിധ കേന്ദ്രീയ വിദ്യാലയങ്ങളിൽ നിന്നുള്ള 77 മത്സരാർത്ഥികൾക്ക് നിതി ആയോഗ് RMOC ജോജി ജേക്കബ് പ്രശസ്തിപത്രം സമ്മാനിച്ചു. ലക്ഷദ്വീപിലെ മത്സ്യബന്ധന മേഖലയുടെ വികസനം സംബന്ധിച്ച അവലോകന യോഗം കൊച്ചിയിൽ ചേർന്നു. കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ്, കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ, ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റർ പ്രഫുൽ പട്ടേൽ തുടങ്ങിയവർ യോഗത്തെ അഭിസംബോധന ചെയ്തു. ട്യൂണ മത്സ്യബന്ധനം, കടൽപ്പായൽ, അലങ്കാര മത്സ്യങ്ങൾ എന്നീ മേഖലകളുടെ ശാക്തീകരണം ചർച്ചയായി. കണ്ണൂർ പാപ്പിനിശ്ശേരിയിലെയും പഴയങ്ങാടി താവത്തെയും റെയിൽവേ മേൽപ്പാലങ്ങൾ വിദഗ്ധ സംഘം സന്ദർശിച്ചു. KSTP പ്രോജക്ട് ഡയറക്ടർ M. അഞ്ജനയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തിയത്. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കാനുള്ള നടപടിയായിരിക്കും അടിയന്തരമായി സ്വീകരിക്കുക. ഇതു സംബന്ധിച്ച റിപ്പോർട്ട് ഉടൻ സർക്കാരിന് സമർപ്പിക്കും. പാലക്കാട് IIT സംഘത്തിന്റെ പരിശോധന കൂടി നടത്തിയ ശേഷമേ ദീർഘകാല അടിസ്ഥാനത്തിലുള്ള നടപടികളിലേക്ക് കടക്കാനാകൂ എന്ന് ഉദ്യോഗസ്ഥ സംഘത്തിനൊപ്പം ഉണ്ടായിരുന്ന MLA-മാരായ KV സുമേഷ്, M. വിജിൻ എന്നിവർ പറഞ്ഞു. പാലത്തിലെ കോൺക്രീറ്റ് ഇളകി ഗർത്തങ്ങളായ ഭാഗങ്ങളും 2 സ്ലാബുകൾക്കിടയിൽ കോൺക്രീറ്റ് പൊട്ടി എക്സ്പാൻഷൻ ജോയിന്റുകളിൽ കമ്പി പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഭാഗങ്ങളും വിശദമായി സംഘം പരിശോധിച്ചു. ഏഷ്യ കപ്പ് പുരുഷ T20 ക്രിക്കറ്റിൽ സൂപ്പർ 4 മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. ആദ്യ മത്സരത്തിൽ ശ്രീലങ്കയും ബംഗ്ലാദേശും ഏറ്റുമുട്ടും. രാത്രി 8-ന് ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇന്ത്യ നാളെ പാകിസ്ഥാനെ നേരിടും. സംസ്ഥാനത്തെ തദ്ദേശ പൊതുതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് രാഷ്ട്രീയ പാർട്ടികൾക്ക് ചിഹ്നം അനുവദിച്ച് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കരട് വിജ്ഞാപനം പുറപ്പെടുവിച്ചു. പരാതികൾ 15 ദിവസത്തിനകം നൽകാം. കരട് വിജ്ഞാപനം sec.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. പൊതുസേവനവും സദ്ഭരണവും മുഖമുദ്രയാക്കി കേന്ദ്ര സർക്കാർ കഴിഞ്ഞ 11 വർഷത്തിനിടെ നടപ്പാക്കിയ പ്രവർത്തനങ്ങളിൽ ഇൻഷുറൻസ് പരിരക്ഷയെക്കുറിച്ചാണ് പ്രത്യേക പരമ്പരയായ സേവാ പർവിൽ ഇന്ന്. എല്ലാവർക്കും ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കുന്നതിനായി രാജ്യത്ത് 2015 മേയിൽ PM ജീവൻ ജ്യോതി ബീമാ യോജനയും PM സുരക്ഷാ ബീമാ യോജനയും ഉൾപ്പെടുന്ന ജൻ സുരക്ഷാ പദ്ധതികൾ ആരംഭിച്ചു. സമൂഹത്തിലെ ദുർബല വിഭാഗങ്ങളെ സുരക്ഷിതരാക്കാൻ പദ്ധതികൾ സഹായിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. हम चाहते हैं कि देश के सामान्य व्यक्ति के जीवन में, क्योंकि संकट अमीरों को नहीं आता है, ये संकट गरीब को आता है. आमतौर पे आपको मालूम है, आप इंश्योरेंस निकालने जाएं तो पता नहीं कितने डॉक्टर आपको चेक करते हैं, कितना मेडिकल चेकअप होता है और वो तय करता है इसको दें या न दें, पता नहीं ये लुढ़क जाएगा. तो ये स्कीम ऐसी है, आपको सिर्फ फॉर्म भरना है. अगर आप बीमार भी होंगे तो भी इसको बीमा मिल सकता है. സംസ്ഥാനത്തെ ഉന്നതികളിലെ ജനങ്ങളുടെ വിദ്യാഭ്യാസ യാത്രാ പ്രശ്നങ്ങൾ എത്രയും വേഗം പരിഹരിക്കണമെന്ന് പ്രിയങ്ക ഗാന്ധി MP. വയനാട് കോട്ടത്തറ ഗ്രാമപഞ്ചായത്ത് വെണ്ണിയോട് നിർമ്മിച്ച ഉമ്മൻചാണ്ടി സ്മാരക ഓഡിറ്റോറിയം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ. തിരുവനന്തപുരത്തെ നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി സംസ്ഥാന അതിർത്തിയായ കളിയിക്കാവിളയിൽ നാളെ രാവിലെ 11:30-ന് നവരാത്രി വിഗ്രഹങ്ങൾക്ക് സ്വീകരണം നൽകും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ചടങ്ങിൽ പങ്കെടുക്കും. ഹരിത കേരള മിഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചുവരുന്ന നെറ്റ് സീറോ കാർബൺ കേരളം ജനങ്ങളിലൂടെ ക്യാമ്പയിന്റെ ഭാഗമായി എറണാകുളം ഗോശ്രീ ദ്വീപുകളെ നെറ്റ് സീറോ കാർബണിലേക്ക് എത്തിക്കാൻ ഒരുങ്ങി സംസ്ഥാന സർക്കാർ. പരിപാടിയുടെ ഉദ്ഘാടനവും പദ്ധതിരേഖ പ്രകാശനവും മന്ത്രി P. രാജീവ് തിങ്കളാഴ്ച കൊച്ചിയിൽ നിർവഹിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തിന്റെ പരമോന്നത ചലച്ചിത്ര പുരസ്കാരമായ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം നടൻ മോഹൻലാലിന്. രാജ്യത്ത് പുതുക്കിയ ചരക്ക് സേവന നികുതി നിരക്കുകൾ മറ്റന്നാൾ മുതൽ പ്രാബല്യത്തിൽ. റെയിൽവേ സ്റ്റേഷനുകളിൽ കുപ്പിവെള്ളത്തിന്റെ വില കുറയ്ക്കാൻ നിർദ്ദേശിച്ച് റെയിൽവേ മന്ത്രാലയം. സംസ്ഥാനത്ത് വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം. രോഗം ബാധിച്ച 13 വയസ്സുള്ള കുട്ടി കോഴിക്കോട് ചികിത്സയിൽ. വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതി ലഭിച്ചാലുടൻ ശബരിമലയിൽ റോപ്പ് വേ നിർമ്മാണത്തിനുള്ള നടപടികൾ ആരംഭിക്കുമെന്ന് മന്ത്രി VN വാസവൻ. കേരളത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട എല്ലാ നടപടികളും നിയമാനുസൃതമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. ഏഷ്യ കപ്പ് പുരുഷ T20 ക്രിക്കറ്റ് ആദ്യ സൂപ്പർ 4 മത്സരത്തിൽ ഇന്ന് ശ്രീലങ്കയും ബംഗ്ലാദേശും ഏറ്റുമുട്ടും.
പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.